അത് പ്രതിപക്ഷ നേതാവാണ് എന്നുള്ളതുകൊണ്ട് ഒരു ഏജൻസിക്കും ചോദ്യം ചെയ്യാനാവില്ല എന്ന് വാദിക്കുന്നതും ശരിയല്ല. ഒരു സാധാരണ സംഭവത്തെ വളരെ ആസൂത്രിതമായി ഒരു വലിയ രാഷ്ട്രീയ പ്രശ്നമാക്കി മാറ്റിയത് CPIM എന്ന് പറയുന്ന പാർട്ടിയുടെ നേതൃത്വം. ഈ കേരളത്തിൽ നടന്നിട്ടുള്ള ഒരുപാട് അക്രമങ്ങളിലും രാഷ്ട്രീയ കൊലപാതകങ്ങളിലും ഒക്കെ പങ്കാളിയായിട്ടുള്ളൊരു പ്രസ്ഥാനമാണ് CPIM. എക്സാലോജിക് എന്ന കമ്പനി അനധികൃതമായി പണം കൈപ്പറ്റിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ അവർക്കത് കോടതിയിൽ തെളിയിക്കും. അടുത്തിടെ നമ്മുടെ സംസ്ഥാനത്തുണ്ടായ ED റെയ്ഡും അതിനെ തുടർന്നുണ്ടായ സംഭവവികാസങ്ങളും വലിയ ചർച്ചയ്ക്ക് മാത്രമല്ല ചില വിവാദങ്ങൾക്കും ഇടയാക്കിയിരിക്കുകയാണ്. ED, CBI പോലെയുള്ള കേന്ദ്ര ഏജൻസികളെ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി ദുരുപയോഗം ചെയ്യുന്നുണ്ട് എന്നുള്ളത് രാജ്യത്തെ ജനങ്ങളുടെ അനുഭവമാണ്. ആ നടപടിയോട് നമുക്ക് ഒരു തരത്തിലും യോജിക്കാനാവില്ല. ഭരണപരമായ നിഷ്പക്ഷത പുലർത്തേണ്ടത് ഭരിക്കുന്നവരുടെ മിനിമം ബാധ്യതയാണ്. എന്നാൽ കേരളത്തിൽ നടന്ന ഈ റെയ്ഡിനെ ഇതുമായി ബന്ധിപ്പിക്കാനാവില്ല എന്നുള്ളതാണ് അതിൻ്റെ വസ്തുതകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം. പ്രതിപക്ഷ നേതാവിൻ്റെ മകൾ പ്രതിയായിട്ടുള്ള ഒരു കേസുമായി ബന്ധപ്പെട്ട് അവരോട് വിവരങ്ങൾ ചോദിച്ചറിയുന്നതിനും രേഖകൾ പിടിച്ചെടുക്കുന്നതിനുമായിട്ടാണ് ED തിരുവനന്തപുരത്തുള്ള അവരുടെ വസതിയിലെത്തിയത്. സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവ് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിനും ആ റെയ്ഡിൻ്റെ സമയത്ത് പുറത്തിറങ്ങാൻ കഴിഞ്ഞില്ല എന്നുള്ളതേ ഉള്ളൂ. ഉദ്യോഗസ്ഥർ വരികയും ആവശ്യമായ രേഖകൾ പരിശോധിക്കുകയും തിരിച്ചു പോവുകയും ചെയ്യുന്ന ഒരു സാധാരണ സംഭവത്തെ വളരെ ആസൂത്രിതമായി ഒരു വലിയ രാഷ്ട്രീയ പ്രശ്നമാക്കി മാറ്റിയത് CPIM എന്ന് പറയുന്ന പാർട്ടിയുടെ നേതൃത്വമാണ്. അവർ പ്രചരിപ്പിച്ചത് പ്രതിപക്ഷ നേതാവ് ശ്രീ പിണറായി വിജയനെ ED ചോദ്യം ചെയ്യുന്നു എന്നുള്ളതാണ്. അഥവാ അങ്ങനെ ചോദ്യം ചെയ്യുകയാണെങ്കിൽ തന്നെ അത് ഒരു കേസുമായി ബന്ധപ്പെട്ടാവുമ്പോൾ സ്വാഭാവികമായ കാര്യമാണ്. അത് പ്രതിപക്ഷ നേതാവാണ് എന്നുള്ളതുകൊണ്ട് ഒരു ഏജൻസിക്കും ചോദ്യം ചെയ്യാനാവില്ല എന്ന് വാദിക്കുന്നതും ശരിയല്ല. ഇവിടെയാകട്ടെ വസ്തുത അതല്ല. അദ്ദേഹത്തിൻ്റെ മകളാണ് ഈ കേസിൽ പ്രതി. ആ മകളെയാണ് അവർ ചോദ്യം ചെയ്യാൻ എത്തിയത്. അപ്പോൾ അതുകൊണ്ട് വസ്തുത മറച്ചു വച്ച് പാർട്ടി അണികളെ പ്രതിഷേധത്തിനായി അവിടെ എത്തിക്കുക എന്ന നടപടിയാണ് പാർട്ടി നേതൃത്വം സ്വീകരിച്ചത്. ഇതൊട്ടും ജനാധിപത്യപരമായ ഒരു നടപടിയല്ല. ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനത്തിനും ഇത് ഭൂഷണമല്ല. ഇവിടെ എക്സാലോജിക് എന്ന് പറയുന്ന ഒരു കമ്പനിയും ശശിധരൻ ഖർത്തായുടെ ഉടമസ്ഥതയിലുള്ള കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽ ലിമിറ്റഡ് എന്ന കമ്പനിയും തമ്മിലുള്ള ഇടപാടുമായി ബന്ധപ്പെട്ടാണ് ഈ കേസ് ഉണ്ടായിരിക്കുന്നത്. ഈ രണ്ട് കമ്പനികൾക്കിടയിൽ നടന്ന സാമ്പത്തിക ഇടപാട് അതാണിപ്പോൾ പരിശോധനയ്ക്ക് വിധേയമായിട്ടുള്ളത്. അതിൽ യാതൊരു സേവനവും കൈപ്പറ്റാതെ വലിയൊരു തുക വീണ വിജയന് പ്രതിഫലം നൽകി എന്നുള്ളതാണ് ED ആരോപിക്കുന്നത്. അതങ്ങനെ അല്ലെങ്കിൽ കോടതിയിൽ അത് സ്ഥാപിച്ചെടുക്കാനുള്ള അവസരം പ്രതിക്കുണ്ട്. ആ മാർഗം അവലംബിക്കാതെ കയ്യൂക്കുകൊണ്ട് ഉദ്യോഗസ്ഥരെ നേരിട്ട് അന്വേഷണത്തിൽ നിന്ന് രക്ഷപ്പെടാം എന്ന് കരുതുന്നത് വളരെ പ്രാകൃതമായൊരു സമീപനമാണെന്ന് ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് പറയാൻ കഴിയും. എക്സാലോജിക് എന്ന കമ്പനി അനധികൃതമായി പണം കൈപ്പറ്റിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അവർക്കത് കോടതിയിൽ തെളിയിക്കാം. കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവർ ശിക്ഷിക്കപ്പെടേണ്ടതുണ്ട്. ഇവിടെ CPIM പ്രവർത്തകരായിട്ടുള്ള ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എക്സാലോജിക് എന്ന കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് AKG സെൻറ്ററിൻ്റെ അഡ്രസ്സിലാണ്. AKG സെൻറ്റർ എന്ന് പറയുന്നത് ജനങ്ങളിൽ നിന്ന് പിരിവെടുത്ത് കെട്ടിപ്പൊക്കിയിട്ടുള്ളൊരു സ്ഥാപനമാണ്. ഒരു പാർട്ടിക്ക് പിരിവ് നൽകുന്നത് ആ പാർട്ടിയുടെ പ്രവർത്തകർ മാത്രമല്ല, അനുഭാവികൾ മാത്രമല്ല, പാർട്ടിയുടെ ശത്രുക്കളിൽ നിന്ന് പോലും പിരിവുകൾ നടത്തിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ജനങ്ങളാകെ നൽകിയ പണം കൊണ്ട് പടുത്തുയർത്തിയ ഒരു സ്ഥാപനത്തിൻ്റെ അഡ്രസ്സിൽ
ഒരു നേതാവിൻ്റെ മകൾ അവരുടെ സ്വകാര്യ ആവശ്യത്തിന് വേണ്ടി അതിനെ ഉപയോഗപ്പെടുത്തുന്നത് യഥാർത്ഥത്തിൽ ഒരു ദുരുപയോഗമാണ്. അപ്പോൾ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാര്യങ്ങൾ അവരിവിടെ പരിശോധിക്കേണ്ടതുണ്ട്. ഒന്ന്, വീണ വിജയൻ എന്ന് പറയുന്ന പാർട്ടി പ്രവർത്തകയല്ലാത്ത ഒരാളുടെ കേസുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ്റെ പേര് വലിച്ചിഴച്ച് ഇത്തരത്തിലൊരു ആൾക്കൂട്ടവും ബഹളവും അക്രമവും നടത്തേണ്ടിയിരുന്നോ? രണ്ട്, പാർട്ടിയുടെ ഒരു സ്ഥാപനത്തിൻ്റെ അഡ്രസ്സിൽ ഒരു വ്യക്തി അയാളുടെ സ്വകാര്യ നേട്ടത്തിന് വേണ്ടി ഒരു സംരംഭം തുടങ്ങുന്നത് അനുവദനീയമാണോ? ഇക്കാര്യങ്ങൾ തീർച്ചയായും പാർട്ടി പരിശോധിക്കുക. മറ്റൊരു സംഗതി, നമ്മളുടെ രാഷ്ട്രീയ സാമൂഹ്യ അന്തരീക്ഷത്തെ കൂടുതൽ അക്രമവൽക്കരിക്കുന്ന നിലപാടുകൾ അത് ഇനിയെങ്കിലും ഉപേക്ഷിക്കാൻ CPIM പോലൊരു പാർട്ടി തയ്യാറാകേണ്ടതുണ്ട് എന്നാണ് നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ആളുകൾ അഭിപ്രായപ്പെടുന്നത്. ഈ കേരളത്തിൽ നടന്നിട്ടുള്ള ഒരുപാട് അക്രമങ്ങളിലും രാഷ്ട്രീയ കൊലപാതകങ്ങളിലും ഒക്കെ പങ്കാളിയായിട്ടുള്ളൊരു പ്രസ്ഥാനമാണ് CPIM. സമരങ്ങളെ അക്രമങ്ങളാക്കി മാറ്റുക എന്നുള്ളത് ഈ പാർട്ടി അനുവർത്തിച്ചു പോന്നിട്ടുള്ളൊരു ശൈലിയാണ്. നേരെ മറിച്ച് ഓരോ ജനവിഭാഗത്തിൻ്റെയും ഡിമാൻഡുകൾ ഉന്നയിക്കുകയും അത് നേടിയെടുക്കുന്നതിന് വേണ്ടി വിട്ടുവീഴ്ചയില്ലാത്ത സമരം നടത്തുകയും അത് നേടിയെടുക്കുന്നത് വരെ ആ സമരപാതയിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന ഒരു ജനാധിപത്യപരമായ സമരശൈലി എന്തുകൊണ്ട് ഇത്രയും കാലമായിട്ടും ഈ പ്രസ്ഥാനത്തിന് അനുവർത്തിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ട വിഷയമാണ്. അതുകൊണ്ട് നിയമ നടപടികളെ കയ്യൂക്കിൻ്റെ ഭാഷ കൊണ്ട് നേരിട്ട് അക്രമം നടത്തി അവിടെ പ്രവർത്തിക്കാൻ വരുന്ന ഉദ്യോഗസ്ഥരുടെ ജീവന് ഭീഷണി ഉയർത്തി ഇത്തരം കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാം എന്ന് കരുതുന്നത് വളരെ ജനാധിപത്യ വിരുദ്ധമായ, ഒരർത്ഥത്തിൽ സാമൂഹ്യ വിരുദ്ധമായ ഒരു കാര്യമാണ്. ഇത്തരം നടപടികളിൽ നിന്ന് ഇനിയെങ്കിലും CPIM പിന്തിരിയുകയും നിയമപരമായ വിഷയങ്ങളെ നിയമപരമായി നേരിടാൻ തയ്യാറെടുക്കുകയും ചെയ്യണം എന്നാണ് ജനങ്ങൾക്ക് പൊതുവിൽ പറയാനുള്ളത്.